പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ ഗുരുതര കണ്ടെത്തൽ. പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി എന്നാണ് കണ്ടെത്തൽ. കേസിൽ 3 FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ കേസുകളുടെ എണ്ണം 5 ആയി. കേസിൽ ഇതുവരെ 15 പേർ പിടിയിലായി. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും. പ്രതികളുടെ വിവരങ്ങൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. 40ഓളം പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. പെൺകുട്ടി 62 പേരുടെ പേര് വിവരങ്ങൾ പറഞ്ഞതായി CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. വീടുമായി അടുപ്പമുള്ള ആളുകളാണ് ആദ്യം പീഡിപ്പിച്ചത്. 42 പേരുടെ ഫോൺ നമ്പറുകൾ പെൺകുട്ടി അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നുവെന്നും രാജീവ് പറയുന്നു. അപ്പോൾ അതിൽ ഏതാണ്ട് 62ഓളം പേരുടെ പേര്, ഉദ്ദേശപ്രായം, ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ഉണ്ടായ സംഭവങ്ങളുടെ ഒരു ചുരുക്കം ഒക്കെ ആയിട്ട് അവർ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ലഭിച്ചു. പക്ഷെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊരു മാർഗ്ഗം അതിനകത്തില്ലായിരുന്നുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് നേരത്തെ ചോദിച്ചു വെച്ചിട്ട് അതിൻ്റെ അച്ഛൻ്റെ ഫോണാണ് ഉപയോഗിച്ചതെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഫോണുമായിട്ട് എത്താൻ അമ്മയോട് ആവശ്യപ്പെട്ട് അങ്ങനെ ആ ഫോണിൽ സേവ് ചെയ്തിരുന്ന ഈ ആരോപണവിധേയരായിട്ടുള്ള ആളുകളുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് സൈക്കോളജിസ്റ്റിന് കൊടുത്ത അടിസ്ഥാനത്തിൽ ഒരു 40ഓളം പേരുടെ പേരും ഫോൺ നമ്പറും അടക്കമുള്ള അഡീഷണൽ റിപ്പോർട്ടോട് കൂടി നമുക്ക് ലഭിക്കുകയും ആ 2 റിപ്പോർട്ടും ഇത്ര വ്യാപകമായിട്ടുള്ളൊരു വിഷയം പലയിടത്തായിട്ട് ജില്ലയുടെ പല ഭാഗത്തുണ്ടായത് എന്നുള്ള നിലയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു മോണിറ്ററിങ്ങിനായിട്ട് SP തന്നെ കൊടുക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്ന മുറയ്ക്കാണ് ഏതൊക്കെ പ്രദേശത്തേക്ക് ഇത് വ്യാപിക്കും എന്നുള്ള നിലയ്ക്ക് അറിയാൻ കഴിയുക. കാരണം ഇതെല്ലാം തമ്മിൽ ഉള്ള ബന്ധം കാരണമാണ് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് മറ്റു പലരിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അത് അവർ തമ്മിലൊരു കണക്ഷനുണ്ട്. ഇപ്പോൾ ഒരു ITIയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ബാച്ചാണ് ഇതിൽ ഉൾപ്പെട്ട് വന്നിരിക്കുന്നത്. ഒരു 8-10ഓളം പേരുണ്ട്. ആ ഫോൺ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതിനകത്തെല്ലാം അവരുടെ പേരിനോട് ചേർത്ത് ITI ചേർത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. ശ്രീരാജിന്റെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, അതീവ ഗുരുതരമായ കണ്ടെത്തലാണ്. നമുക്കറിയാം ഈ പെൺകുട്ടിയുടെ ഡയറിയും അതുപോലെ തന്നെ ഈ അച്ഛൻ്റെ ഫോൺ അതിൽ സേവ് ചെയ്തിരുന്ന നമ്പറൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. 62 പേർക്കെതിരെയാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. എത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ആതിര, പോലീസിന് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ജില്ലയുടെ പല ഭാഗങ്ങളിലും ആളൊഴിഞ്ഞ പല ഭാഗങ്ങളിലും എത്തി ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ പ്രതികളെ എത്തിച്ച് പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ 10 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇവരെ കൂട്ടി ഈ പെൺകുട്ടിയുമായി കൊണ്ടുപോയ സ്ഥലങ്ങൾ, പെൺകുട്ടിയെ കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അപ്പോൾ അത്തരത്തിലൊരു ശ്രമകരമായ ദൗത്യമാണ് നിലവിൽ പോലീസിന് മുന്നിലായി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെത്തിച്ചും പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന മൊഴി ഉണ്ടായിരുന്നു. ഇത് ചുട്ടിപ്പാറ, പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ എത്തിച്ചും പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പോലീസ്. നിലവിൽ 10 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ തന്നെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാൾ മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യക്തിയാണ്. അയാൾക്കെതിരെയും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. മറ്റുള്ള 5 പേരെ പോലീസ് ഇന്നലെ രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കി, റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ ഈ അറസ്റ്റ് ചെയ്ത 5 പേരും ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്ന വാർത്തയായിരുന്നു രാവിലെ തന്നെ പുറത്തു വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തുക്കളും ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു. ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഇന്നലെ അറസ്റ്റിലായ 5 പേര് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റവും വേഗത്തിലാണ് പോലീസ് നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾ കുട്ടികളാണ് എന്ന് പറഞ്ഞു മാറ്റാൻ കഴിയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. എല്ലാ പ്രതികളെയും പിടികൂടി ശക്തമായ നടപടിയിലേക്ക് പോകാൻ കഴിയണം. സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് പറയാൻ കഴിയും. പീഡനവാർത്ത അറിഞ്ഞപ്പോൾ ദുഃഖം തോന്നിയെന്നും ചിഞ്ചുറാണി പറഞ്ഞു. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. സംഘടനകൾ ഇത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വരാൻ പോകുന്ന ഇപ്പോൾ തന്നെ ഏകദേശം 10ഓളം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ബാക്കി പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാനും ജയിലിലടയ്ക്കുവാനും ശക്തമായ നടപടിയിലേക്ക് മുന്നോട്ട് പോകാനും കഴിയണം. കാരണം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകരുത്. കുട്ടികളാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ ശക്തമായ നിലയിലുള്ള നടപടികളെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഈ ഗവൺമെൻറ് അത് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്.